റാഗിംഗ് നിരോധന നിയമത്തിലെ ചട്ടരൂപീകരണത്തിലുള്ള കരട് കർമ്മസമിതി രൂപീകരണം വൈകുന്നതിൽ ഹൈക്കോടതിക്ക് അതൃപ്തി. 1 മാസം സമയം വേണമെന്ന സർക്കാർ ആവശ്യം കോടതി തള്ളി. ഒരാഴ്ചയ്ക്കുള്ളിൽ കർമ്മസമിതി രൂപീകരിക്കാൻ നിർദ്ദേശം നൽകി. ബിനിൽ വിവരങ്ങളുമായി ചേരുകയാണ്. ബിനിൽ, ഈ റാഗിങ്ങുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിരന്തരം വരുന്നു. ഹൈക്കോടതി അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക ബെഞ്ച് തന്നെ ഉണ്ടാകുന്നു. അതിനിടയ്ക്കാണ് ഈ സമിതി രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർദ്ദേശം ഉണ്ടാകുന്നത്. സർക്കാർ അതിൽ സാവകാശം ചോദിക്കുന്നു. ഇന്നിപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മാധു, സംസ്ഥാനത്ത് റാഗിംഗ് നിരോധന നിയമം ഉണ്ടെങ്കിലും അതിനൊരു പ്രത്യേക ചട്ടം ഇതുവരെ രൂപപ്പെടുത്തിയിട്ടില്ല. പിന്നീട് ഇതിൽ കാലോചിതമായ പരിഷ്കാരങ്ങളും ഈ നിയമത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട്. അതിനുവേണ്ടി ഒരു കരട് തയ്യാറാക്കുന്നതിന് ഒരു കർമ്മസമിതി രൂപീകരിക്കാൻ നേരത്തെ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ഇന്ന് കോടതി കേസ് പരിഗണിച്ചപ്പോൾ സർക്കാർ 1 മാസത്തെ സാവകാശം തേടുകയാണ് ഉണ്ടായത്. അത് ഹൈക്കോടതിക്ക് തൃപ്തികരമായില്ല. ഇത് ഇത്രയും സമയം അനുവദിക്കാൻ കഴിയില്ല എന്നത് ഹൈക്കോടതി വ്യക്തമാക്കുകയായിരുന്നു. പരമാവധി ഒരാഴ്ചത്തെ സമയം തരാം എന്നതാണ് കോടതി വ്യക്തമാക്കിയത്. കാരണം ഇപ്പോഴത്തെ സാഹചര്യങ്ങളെല്ലാം കോടതിയുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണമെന്നതാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ UGC പ്രതിനിധിയെ കൂടി ഈ കർമ്മസമിതിയിൽ ഒരു അംഗമാക്കാനായി കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ നേരത്തെ ലീഗൽ സർവീസസ് അതോറിറ്റിയാണ് ഈ റാഗിങ്ങുമായി ബന്ധപ്പെട്ട വിഷയം ഒരു പൊതുതാൽപര്യ ഹർജി മുഖേന ഹൈക്കോടതിയുടെ മുന്നിലേക്ക് കൊണ്ടുവന്നത്. അതിൽ കക്ഷി ചേരാനായി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പൂക്കോട് മരിച്ച സിദ്ധാർത്ഥന്റെ അമ്മയും ഹർജി നൽകിയിരുന്നു. പക്ഷേ ഇരുവരെയും കക്ഷി ചേർക്കാനായിട്ട് ഇതുവരെ ഹൈക്കോടതി അനുവദിച്ചിട്ടില്ല. അക്കാര്യം പിന്നീട് വിശദമായി പരിഗണിക്കാം എന്നതാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്.